ഇന്ന് നമ്മൾ പഠിക്കുന്ന കുറച്ച് വാക്കുകൾ എപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് നമ്മൾ ഉറങ്ങുക, മറ്റൊന്ന് കിടക്കുക, ഇരിക്കുക, നടക്കുക, ഇതൊക്കെ ആവാം. ആദ്യമായി ഉറങ്ങുന്നതിന് സോന, ഏ ബായി അച്ഛ ഓ സോരെ സോരെ ഓ ബേട്ട സോരെ സോ രഹാ ഹേ. സോന ഉറങ്ങുക. നമ്മൾ സ്വർണത്തിനും സോന എന്നാ പറയുക, അതൊരു നൗണാണ്. ഈ സോന ഒരു ക്രിയയാണ്. ഓക്കെ, സോന ഒരു ക്രിയയാണ്. സോന ഉറങ്ങുക. സോരഹാഹും ഉറങ്ങുകയാണ്, സോത്താഹും ഇങ്ങനെ പറയും. ഓക്കെ, അപ്പൊ സോഗയ ഉറങ്ങിപ്പോയി എന്ന് പറയാം. ഓ സോറി മേ സോഗയ ഞാൻ ഉറങ്ങിപ്പോയി, സോഗയ. ഓക്കെ, കഹാൻ ലേട്രേ എവിടെയാണ് കിടക്കുന്നത്? ലേട്ന കിടക്കുക. ക്യാ തും ലേട്രേ യഹാം ബൈഠോ യാർ, ലേട്ന കിടക്കുക. നീ എന്താ ഇവിടെ ഓഫീസിന് കിടക്കണേ, ഇരുന്നോളൂ എന്ന് പറയാം. അപ്പൊ ലേട്ന. മറ്റൊന്ന് അപ്പം ലേട്ന നമ്മൾ പഠിച്ചു. വേറൊന്ന് ഇരിക്കുക. ഇരിക്കുക എന്ന് പറയുന്നതാണ് ബൈഠോ യാർ. ബൈഠോ, നിങ്ങളുടെ സ്ഥലത്ത് വരുമ്പോൾ ആൾക്കാരോട് ബഹുമാനത്തോട് പറയും ബൈഠോ എന്നൊന്നും പറയരുത്. ബൈഠിയേ ജനാബ്, ഹമാര സാഥി ബൈഠിയേ, യഹാം ബൈഠിയേ. ബൈഠ്ന ഇരിക്കുക. ഇപ്പൊ ഒരു സാധനത്തെ നമ്മൾ പറയാം അവിടെ ഇരിക്കട്ടെ എന്ന് പറയാറ്. ബൈഠോ വഹാം ബൈഠേതോ അല്ല, അത്ര സന്ദർഭം രഹനേതോ എന്ന് പറഞ്ഞാൽ മതി. വഹാ രഹനേതോ, നമ്മൾ മലയാളത്തിൽ പറയാം അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് രഹനേതോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ബൈഠ്ന എന്നാൽ ഇരിക്കുക എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു സോന ഉറങ്ങുക, ലേട്ന കിടക്കുക, ബൈഠ്ന ഇരിക്കുക, ചെൽന നടക്കുക. ഓക്കെ, അപ്പം നമ്മളെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ചില വാക്കുകളാണ് നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഓക്കെ, മറ്റൊന്ന് മടങ്ങുക. ലൗട്ട്ന, കബ് ലൗട്ടാങ്കെ, ലൗട്ട്ന പോവുക എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും എല്ലാവർക്കും പറയും ജാന, നമ്മൾ പിന്നെ പഠിക്കാം. ലൗട്ട്ന കബ് ലൗട്ടേങ്കെ, ലൗട്ട്ന എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നർത്ഥത്തിനാണ്. ഓക്കെ, ലൗട്ട്ന. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചു. അതൊക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഹിന്ദി ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അനിവാര്യമായ വാക്കുകളാണ്. അത് നിങ്ങൾ എന്താക്കണം, ഇതൊക്കെ സംസാരിക്കുമ്പോൾ കൊണ്ടുവരണം. ഒരു വാക്കുകൂടി പറയാം നമുക്ക്, ലിഖ്ന. നമ്മൾ പഠന പഠിച്ചു, സീഖ്ന പഠിച്ചു, ലിഖ്ന. മേരെ ലിയെ ഏക് ചിട്ടി ലിഖോ, മേരെ ലിയെ എനിക്ക് വേണ്ടി ഒരു എഴുത്ത് എഴുതണം. അപ്പോൾ എഴുത്ത്, അതല്ലെങ്കിൽ ചിട്ടി എന്ന് പറഞ്ഞൊരു കത്ത് എന്നൊക്കെ പറയാം. ഓക്കെ, എന്തായിരുന്നാലും ലിഖ്ന എഴുതുക എന്നതാണ്. ഇങ്ങനെയുള്ള 6 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗത്തിൽ കൊണ്ടുവരിക. ധന്യവാദം.